+1 മാത്തമാറ്റിക്സിലെ എല്ലാവരും ടഫസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലിമിറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ലിമിറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. മകളെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു വാല്യൂ നമ്മൾ എക്സിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ എന്താ ചെയ്യുക? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. പക്ഷെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കാനായിട്ടുള്ളത് അറ്റ് പർട്ടിക്കുലർ വാല്യൂവിലല്ല, പകരം 2ന്റെ നൈബർഹുഡിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, 2ന്റെ നൈബർഹുഡിൽ ഫംഗ്ഷന്റെ വാല്യൂസ് എങ്ങോട്ടാണ് പോകുന്നത്, ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇതേ സാധനം തന്നെ ലിമിറ്റിലേക്ക് വരുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ വാല്യൂ നിയർ 2, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഫംഗ്ഷന് വരാവുന്ന ചേഞ്ച്. അപ്പൊ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് വാല്യൂസ് ആണ് നമ്മൾ എടുക്കുക. LHL, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കൺസിഡർ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ RHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 2ന്റെ റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് ഇപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ 2ന്റെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഈ വാല്യൂനെയാണ് നമ്മൾ LHL എന്ന് പറയാം. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് RHL, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, LHLും RHLും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലിമിറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പവർ മെത്തേഡ് യൂസ് ചെയ്യാം, അതല്ല ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉള്ളത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഇനി ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡയറക്ട്ലി നമ്മൾ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് 2 എന്നുള്ള വാല്യൂ ഡയറക്ട്ലി ഇട്ട് കൊടുക്കും. അത് അൺഡിഫൈൻഡ് ആവാത്ത കേസസിൽ മാത്രമാണ് നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് പ്ലസ് 10 ആണ്. നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് പ്ലസ് 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് എക്സിന് ഈ 5 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിട്ട് ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് പ്ലസ് 10. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് എക്സിന് 5 എന്നുള്ള വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 5 പ്ലസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്നുള്ളതായിരിക്കും നമ്മുടെ വാല്യൂ വരിക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x ആണ്. സോ നമുക്ക് എന്തെന്ന് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 3 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ് ഇതേപോലെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സോ എക്സിന് ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 0 പ്ലസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. സോ 0 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 വിൽ ബി അവർ ആൻസർ. അപ്പോൾ ഇതേപോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചില കേസസിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫെയിൽ ആവും. അങ്ങനെയുള്ള കേസ് വരുമ്പോഴാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 ആണ്. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് കാണണം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഴുതുക എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? 2 സ്ക്വയർ മൈനസ് 4 ബൈ 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ 0 എന്ന് കിട്ടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ? 0/0 ഫോം വന്നു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫെയിൽ ആയി എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇത് മാറ്റി ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് നമുക്ക് ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് മാറ്റും. ഇത് ഫാക്ടറൈസേഷൻ ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണ്? താഴെ 0 വന്നതാണ് പ്രശ്നം, ഡിനോമിനേറ്ററിൽ 0 വന്നതാണ് പ്രശ്നം. അപ്പോൾ ഡിനോമിനേറ്ററിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൊത്തം ഫംഗ്ഷനെ നിങ്ങൾ നോക്കി, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2
എക്സ് സ്ക്വയർ മൈനസ് 4 എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എക്സ് മൈനസ് 2 ഉണ്ട്. ഇനി എന്താണ് ഈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റിന്റെ കൂടെ കൊണ്ടുപോകാൻ മറക്കരുത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് പകരം എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പൊ നമുക്കറിയാം എന്താണ്, ഇവിടെ ഒരു എക്സ് മൈനസ് 2 ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് 2 ഉണ്ട്, ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരുന്നില്ല അല്ലെ, നമുക്ക് 0 ഒന്നും വരുന്നില്ല താഴെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വരും? 2 + 2 എന്നാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 2 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫെയിൽ ആവുന്ന കേസസിൽ നമ്മൾ ഇതുപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു -4. ലിമിറ്റ് എക്സ് ടെൻസ് ടു -4 2x + 8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 12 ഇതാണുള്ളത്. സോ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നമുക്കറിയാം എക്സ് ടെൻസ് ടു -4 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ 0 ആവും. താഴെ നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ 16 മൈനസ് എന്തെന്നാ വരിക? ഇവിടെയും നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് വരിക. ഇവിടെ നമുക്ക് 0 ആണ് വരിക, 0/0 ഫോം വരും. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പറ്റില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു -4 മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കോമൺ ആണ് അല്ലെ. അപ്പൊ 2 കോമൺ ആയതുകൊണ്ട് ഞാൻ 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് 4 എന്ന് വന്നു. ഇനി താഴെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഉണ്ട്. ഈ പോളിനോമിയൽ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും അല്ലെ. ഫാക്ടേഴ്സ് വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും -b + or -√b² - 4ac ഡിസ്ക്രിമിനന്റ് ഫോം യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് -12 വരണം, സം 1 വരണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ആലോചിക്കുക. ഏതൊക്കെയാണ് നമുക്കറിയാം? 4ഉം 3യും. 4ന്റെയും 3യുടെയും നമ്മൾ എടുക്കുക. -4 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ -12 കിട്ടും അല്ലെ. അപ്പൊ അതിനെ നിങ്ങൾ നോക്കുമ്പോൾ എക്സ് പ്ലസ്, എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 12നെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാൻ പറ്റും അല്ലെ. അതായത് 4ഉം -3യും ആണ് നമ്മുടെ 2 നമ്പേഴ്സ് ആയിട്ട് വരിക. ആ 2 നമ്പേഴ്സ് വെച്ച് എനിക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതേ സെയിം സാധനം തന്നെയാണ് ഇത്. ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെയുള്ള ഈ ഒരു പോളിനോമിയലിനെ 2 ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത്? 4ഉം 3യും. 4ഉം -3 ആണ്. അപ്പോൾ 4 × -3 എന്ന് പറയുമ്പോൾ -12 വരും. 4ന്റെയും -3യുടെയും സം എടുക്കുമ്പോൾ 1 വരും. സോ ആ ഒരു പ്രശ്നമില്ല, നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെ എനിക്ക് ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ താഴെയുള്ള പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പൊ ഇത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഇതിനിപ്പോൾ ഇങ്ങനെ എഴുതാൻ അറിയില്ല. അപ്പൊ ചിലവർക്ക് ഇങ്ങനെ എഴുതാൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റ് നമുക്ക് വരേണ്ടത് പ്രൊഡക്റ്റ് -12 വരണം, സമ്മ് 1 വരണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ പ്രൊഡക്റ്റ് -12 വരണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള പോസിബിലിറ്റി 1ഉം 12ഉം പറ്റും, 2ഉം 6ഉം പറ്റും, പിന്നെ ഉള്ളത് 3ഉം 4ഉം ആണ്. അപ്പൊ 1ഉം 12ഉം എങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് സമ്മ് 1 കിട്ടില്ല, ഇവിടെ സമ്മ് 1 കിട്ടില്ല. പിന്നെ ആകെയുള്ള പോസിബിലിറ്റി ഇതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക മൈനസ് ഇവിടെ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ആണ്. ഇത് ഒന്നെങ്കിൽ -3ഉം 4ഉം അല്ലെങ്കിൽ 4ഉം -3. ഇതിലിപ്പോ സമ്മ് പോസിറ്റീവ് ആയിട്ടുള്ള 1 വരണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള കേസ് ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? എക്സ് പ്ലസ് 4ഉം എക്സ് മൈനസ് 3യും എടുക്കുന്നത്. ഇനി ഇങ്ങനെയൊന്നും മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഏത് വാല്യൂസ് ഉപയോഗിക്കുക? നമ്മുടെ ഡിസ്ക്രിമിനന്റ് ഫോം ഉപയോഗിച്ച് ആ ഒരു രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു -4ഉം എക്സ് ഇസ് ഈക്വൽ ടു 3യും കിട്ടും. അത് വെച്ചിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാ ഇതേപോലെ എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള എക്സ് പ്ലസ് 4ഉം എക്സ് പ്ലസ് 4ഉം ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -4 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആയിരിക്കും. ഇനി നമ്മൾ ഡയറക്റ്റ് -4 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് വരും 2 ഡിവൈഡഡ് ബൈ -4 -3 വിച്ച് ഇസ് ഈക്വൽ ടു 2/-7 ദാറ്റ് ഈസ് -2/7 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇതേപോലെ 0/0 ഫോം വരുന്നുണ്ടെങ്കിൽ ആ ഒരു പോളിനോമിയലിനെ 2 ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2
ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പം നിങ്ങൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് 0/0 ഫോം ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ എക്സ് ക്യൂബ് ഉണ്ട് ഇവിടെ, അതേപോലെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിന്റെ വലിയ പവറിനെ പുറത്തേക്ക് എടുക്കുക, ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് എക്സ് മൈനസ് 2 ഉണ്ടാവും. ഓക്കെ, ദെൻ താഴെ നിങ്ങൾ നോക്കുക, നേരത്തെ പോലെ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് വരേണ്ടത് 6, സമ്മ് വരേണ്ടത് -5. അപ്പൊ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം -3ഉം -2. എങ്കിൽ മാത്രമാണ് -3 × -2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റ് 6 വന്നുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? x-2 × x-3. എന്തായാലും ഇവിടെ x-2 ഉള്ള കാരണം താഴെ അതിന്റെ ഒരാൾ വന്നേ പറ്റുള്ളൂ, എന്നാലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കോമൺ ലോജിക്ക് ആലോചിച്ചാലും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ എന്ത് വരും? ലിമിറ്റ് x ടെൻസ് ടു 2 x square divided by x minus 3. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 2 square divided by 2 minus 3 which is equal to 4/-1, that is -4 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുക. ഇനി അതിനുശേഷം നമുക്ക് വരുന്നതാണ് നമ്മുടെ പവർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പവർ ഫോർമാറ്റിൽ നമ്മുടെ ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n divided by x minus a എന്ന് പറഞ്ഞാൽ n a raised to n minus 1 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇതവിടെയുണ്ട് f of x is equal to x cube minus a divided by x minus 2. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f of x എന്ന് പറയുന്നത് x cube minus 8 divided by x minus 2. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സിന് ഒരു പവർ ഉണ്ട്, ഇവിടെയും കൂടി പവർ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത് പവർ മെത്തേഡിന്റെ ഫോർമുല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ പവർ മെത്തേഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? ഞാൻ ആദ്യം ഫോർമുല എഴുതി വെച്ചിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n divided by x minus a is equal to n a raised to n minus 1 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f of x എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ ഇവിടെ 8നെ സം ക്യൂബ് ആയിട്ട് നമുക്ക് എഴുതിയാലാണ് പറ്റുള്ളൂ. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ന്റെ ക്യൂബാണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ നമുക്കറിയാം എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ പ്ലേസിലുള്ളത് 2 ആണ്, എന്നിന്റെ പ്ലേസിലുള്ളത് 3 ആണ്. സോ ഡയറക്റ്റ് ഇനി നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 3 × 2 raised to 3 minus 1, ദാറ്റ് ഈസ് 3 × 2 raised to 2 which is equal to 12 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പവർ മെത്തേഡിന്റെ ക്വസ്റ്റ്യൻസ് എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കുട്ടികൾക്ക് എക്സാമിന് വരുന്നത്. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇവിടെയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ്ഡ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ്ഡ് ടു 10 മൈനസ് 1. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പവർ മെത്തേഡ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലിമിറ്റിനെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ്ഡ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ്ഡ് ടു 10 മൈനസ് 1. അപ്പൊ ഇവിടെ എക്സ് റേസ്ഡ് ടു 15 മൈനസ് 1ന്റെ താഴെ ഒരു എക്സ് മൈനസ് 1 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുകളിലും താഴെയും ഞാനൊരു എക്സ് മൈനസ് 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്തൂടെ? ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 15 × കാരണം ഇവിടെ എനിക്ക് 1 raised to 15 എന്ന് എഴുതാം, ഇവിടെയും 1 raised to 10 എന്നും എഴുതാം അല്ലെ. 1ന്റെ പവറിൽ എന്തായാലും 1 തന്നെയാണ് ആൻസർ. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 15 × 1 raised to 15 minus 1 divided by 15 × നമുക്കത് കളർ മാറ്റിയിട്ട് കൊടുക്കാം. എന്താണ് വരിക? 15 × ഇവിടെ നമ്മൾ 10 എഴുതി. Then നമുക്ക് ഇവിടെ ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 15 × 1 raised to 15 minus 1 divided by ഇവിടെ 10 × 1 raised to 10 minus 1 എന്നാണ് വരിക, which is equal to 15/10, that is equal to 3/2. 3/2 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട, നമ്മുടെ ഡയറക്റ്റ് പവർ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 1 raised to 5 minus 1 by x. ഇവിടെ പവർ മെത്തേഡ് ഒക്കെ തന്നെയാണെന്ന് മനസ്സിലായി, കാരണം ഇവിടെ പവർ ഒക്കെ ഉണ്ട്. പക്ഷേ
ഇവിടെ എക്സ് റേസ് ടു നല്ലത് എക്സ് പ്ലസ് വൺ റേസ് ടു നല്ലത്. അപ്പൊ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് പ്ലസ് വണ്ണിനെ നമ്മൾ വൈ ആയിട്ട് കൊടുക്കുക. പുട്ട് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ. എക്സ് പ്ലസ് വണ്ണിന് വരും വൈ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും, വൈ റേസ് ടു 5 മൈനസ് 1/. അപ്പൊ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുക, എക്സ് പ്ലസ് വൺ വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ മൈനസ് 1 ആയിരിക്കും. സോ ഇനി നമ്മൾ എക്സിന് പകരം വൈ മൈനസ് 1 ആയി. അപ്പൊ ഇവിടെ മൊത്തം ഫംഗ്ഷൻ വൈയിലേക്കായി. അപ്പൊ ഇവിടെ 1 റേസ് ടു 5 കൂടി കൊടുത്താൽ പവർ മെത്തേഡ് ആയി. പക്ഷെ ഇനി ഇവിടെ നമുക്ക് ലിമിറ്റും അപ്പൊ എന്തിലേക്ക് വരണം, വൈയുടെ ടേംസിലേക്ക് വരണം. അപ്പൊ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ആസ് എക്സ് ടെൻസ് ടു 0 വൈ എങ്ങോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക, എക്സ് സീറോയിലേക്ക് പോകുന്ന സമയത്ത് വൈയുടെ വാല്യൂ 1ലേക്കാണ് വരിക. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് വൈ ടെൻസ് ടു 1. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എന്ത് യൂസ് ചെയ്യാം, പവർ മെത്തേഡ് യൂസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 റേസ് ടു 5 മൈനസ് 1. അല്ല, ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്, a എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് വരും, 5 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പവർ മെത്തേഡിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എഴുതാൻ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഈ ഫോർമുലാസ് ആണ്. ഓക്കെ, എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൾവേസ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇനി കോസ് എക്സിന്റെ കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഓൾസോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ 4 ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഇപ്പൊ എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. അപ്പൊ നമുക്കറിയാം മക്കളെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. സൈനിന്റെ കൂടെ എന്താണോ അത് തന്നെയാണ് ഡിനോമിനേറ്ററിലെങ്കിൽ ഇവിടെ ലിമിറ്റ് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 1 ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ ബി എക്സ് എന്നാണ്. ഓക്കെ, എ എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ എ എക്സ് തന്നെ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ എ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, വെറുതെ അങ്ങ് നമുക്ക് ഒരു എ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ മുകളിലും കൂടി എന്ത് ചെയ്യാം, എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ സൈൻ എ എക്സിനെ അങ്ങനെ തന്നെ എഴുതി, ഇവിടെ താഴെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവരെ ഒരുമിച്ച് എഴുതി ഇൻറ്റു ബാക്കിയുള്ളത് എ ബൈ ബി. ഇനി ഇത് നമുക്കറിയാം, സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് എ ബൈ ബി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ എ ബൈ ബി വിൽ ബി അവർ ആൻസർ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എൻ്റെ കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ സൈൻ 2x. ഇതും നമുക്ക് എപ്പോഴും എക്സാമിന് വരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ 2x എന്നാണ്. അപ്പൊ ഇവിടെ സൈൻ 4x ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂട്ടത്തിൽ താഴെ ഡിവിഷനിൽ സൈൻ 4x ആയിരുന്നു. അപ്പൊ അതിന്റെ ഡിവിഷനിൽ എന്ത് വരണം, 4x വന്നിരുന്നെങ്കിൽ ആദ്യം ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, സൈൻ 4x ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x. ഇവിടെ സൈനിന്റെ കൂടെ എന്താണോ അത് തന്നെയാണ് ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ വന്നിരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 4x അതിൻ്റെ കൂടെ ഞാനൊരു 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ സൈനിന്റെ കൂടെ ഉള്ളത് 2x ആണ്. സോ ഇവിടെ ഞാൻ 2x കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കയറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് മൊത്തത്തിൽ നമുക്കറിയാം എന്താണ്, 1 ആയി പോയി, ഇത് മൊത്തത്തിൽ നമുക്ക് 1 ആയി പോയി, ഡയറക്റ്റ് ലിമിറ്റ് ആണ്. സോ ബാക്കിയുള്ളത് 4x ബൈ 2x ആണ്. എക്സും ക്യാൻസൽ ചെയ്യുക, 4/2 വരും. 4/2 ആൻസർ എന്താ വരിക, 2 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ലിമിറ്റ്സിന്റെ ഭാഗത്ത് നിന്ന്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിലുണ്ട്. ഇത് ലിമിറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ, ഡെറിവേറ്റീവ്സിലും ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്തു പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.